ഞങ്ങൾ വന്നപ്പോഴേക്കും കല്യാണം കഴിഞ്ഞ പള്ളിയിൽ ഫോട്ടോഷൂട്ടായി. ഇതിപ്പോൾ കല്യാണം കാണാൻ വന്നാണോ ഫോട്ടോഷൂട്ട് കാണാൻ വന്നാണോ എന്ന് ചോദിക്കരുത്. എല്ലാം ഞങ്ങളുടെ കൃത്യനിഷ്ഠ ഒന്നുകൊണ്ട് മാത്രം. പിന്നെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വെച്ച് പിടിച്ചു. കാരണം അവിടെ ചെന്നാൽ ആദ്യം ചെയ്യേണ്ട ഒരു പുണ്യകർമ്മം ഉണ്ടല്ലോ, അതായത് ഫുഡ്. അത് മിസ്സാക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കേയില്ല. പിന്നെ വന്ന സ്ഥിതിക്ക് ഒരു ഫോട്ടോ എടുത്തേക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വന്നതിന് എന്താ തെളിവ്. അങ്ങനെ സദ്യയും ഫോട്ടോസും കഴിഞ്ഞ് നമ്മൾ നേരെ ടീച്ചേഴ്സിൻ്റെ കൂടെ ബസ്സിൽ ഒട്ടും താമസിയാതെ സ്കൂളിലേക്ക് വിട്ടു. കാരണം പള്ളിയിൽ മിസ്സായ പങ്ക്ച്വാലിറ്റി സ്കൂളിൽ മിസ്സായ ശരിയാവില്ല. സ്കൂളിൽ കാലുകുത്തിയതും ഒരു വെൽക്കം ഡ്രിങ്കും കുടിച്ച് നമ്മൾ തുടങ്ങി. ഡെക്കറേഷൻസ് എല്ലാം വളരെ നന്നായിരുന്നു. പക്ഷെ ആ ട്രോഫി കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ ഗുഡ് മൊമെന്റ്. കളർഫുൾ ജേഴ്സി ഇട്ട് കുട്ടിപ്പട്ടാളം അണിനിരുന്നപ്പോൾ സത്യം പറയാലോ, എൻ്റെ കുട്ടിക്കാലം ഞാനൊന്ന് ഓർത്തുപോയി. മാർച്ച് പാസ്റ്റിലെ ആ കുഞ്ഞിക്കാലുകളും സ്റ്റെപ്പുകളും അവരുടെ ഗൗരവവും കണ്ടപ്പോൾ ചിരിയും ഒപ്പം ഒരുപാട് സന്തോഷവും തോന്നി. പിന്നെ എൻ്റെ കണ്ണ് നേരെ പോയത് ആ ഫുഡ് കോർട്ടിലേക്കാണ്. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ട്രൈ ചെയ്ത് കൊത്തുപൊറോട്ടയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഇരുട്ടായപ്പോഴേക്കും സ്കൂൾ ഗ്രൗണ്ട് ആകെ മൊത്തം കളറായി. താഴെ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് മുകളിലിരുന്ന് പാരൻസ് ലൈവായി കാണുന്നുണ്ടായിരുന്നു. പകൽ കണ്ട കാഴ്ചയേക്കാൾ അതിമനോഹരമായിരുന്നു ആ രാത്രിയിലെ ഡെക്കറേഷൻസ്. അത്രയ്ക്ക് കിടുവായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു വൈബ് വിട്ടുപോകാൻ മനസ്സ് വന്നേയില്ല. ബട്ട് രാത്രിയായി, നമുക്ക് റൂമിലേക്ക് തിരിച്ചു പോകണം. സോ ബൈ, നാളെ കാണാം.